That's the plot DBC. It's a bit confusing. Row I says plot C, row I. C, D, row I. This is the one somewhere here. എനിക്കൊരു അൺനോൺ ബോഡി കിട്ടി പണ്ട് 74-ൽ. ആ ബോഡി ഞാൻ തന്നെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച് ഞാൻ തന്നെ വൈകുണ്ഠിൽ കൊണ്ട് കത്തിച്ചു. വൈകുണ്ഠ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഇവിടെയെല്ലാം, സ്വാർഗേറ്റ് പൂന ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ. ഞാൻ 2 ലേബറെ വെച്ച് കൊണ്ട് കത്തിച്ചു. എൻ്റെ അയൽക്കാരൻ്റെ ഭാര്യയുടെ അനിയത്തിയായിരുന്നു, അവരൊക്കെ നാട്ടിലായിരുന്നു. അവർ പറഞ്ഞു അങ്കിൾ തന്നെ എന്ത് ചെയ്തോളാൻ പറഞ്ഞു. അന്ന് തൊട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. ഇത്രയൊന്നും പോരാ, നമ്മൾ ബോഡി വയ്ക്കുമ്പോൾ കയറാൻ പിടിച്ചിട്ട് എത്ര ഇറക്കി വയ്ക്കണം. ഇത്രയും അവരുടെ ഫൗണ്ടേഷൻ ആയി കാണും. ഇനിയുള്ളത് അടിയിൽ നിന്ന് മണ്ണെടുത്ത് കളയായിരിക്കും. അല്ലാതെ അതിന് അവനെ കാണണം. ബോക്സിന്റെ ഇഷ്ടം പോലെ വലിയതല്ലേ. അല്ല, ഇത്രയും പിടിച്ചിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ ഏരിയ അത്രയും നമുക്കുള്ളതാണ്. ഏത് നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴേ ഇപ്പോൾ ഇതിനിടയ്ക്ക് ഇത്രയല്ലേ ഉള്ളൂ. ആ ഒരു ഗ്യാപ്പ് നിങ്ങൾക്കുള്ളതാണ്. നല്ല ഇതാണ് നിങ്ങൾക്ക് വയ്ക്കേണ്ട കടപ്പ. ഈ സാധനം അതാവും വയ്ക്കും. ഞങ്ങളുടെ ചേട്ടൻ്റെ ഇതിന് വെച്ചിട്ടുണ്ട്. പൈസ കൊടുക്കേണ്ട, അത് ഫ്രീ ആണെന്ന് പറഞ്ഞത്. പിന്നെ ഒരു ദിവസം 80-ലോ മറ്റോ ദാദർ മദ്രാസ് എക്സ്പ്രസ് പൂന ദാദർ മദ്രാസ്, അന്ന് ദാദർ മദ്രാസ് ചെന്നൈ അല്ല, എക്സ്പ്രസ് ദൗണ്ടിയിൽ വെച്ച് ഒരു ട്രക്ക് മേടിച്ചു, ഒരു കല്യാണത്തിൻ്റെ ട്രക്ക്. അതിലൊരു 40 ആൾ മരിച്ചു. ക്രോസിങ്ങിൽ വെച്ച് ട്രെയിൻ അടിച്ചതാണ്. അത് കുറേ മനുഷ്യരുടെ കൈ കാലൊക്കെ കഷ്ണങ്ങളായിരുന്നു. അതെല്ലാം ട്രെയിനിൽ വാരിയിട്ട് പൂനെക്ക് കൊണ്ടുവന്നു. പൂനെ സ്റ്റേഷനിൽ വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായി. രാജ്മഹൽ ബാറിലിരുന്ന് കുടിക്കായിരുന്നു. അന്നേ കള്ളു കുടിക്കും. അത് എല്ലാ ആംബുലൻസ് ഒരു 10-40 എണ്ണം ഒന്നിന് പുറകെ ഒന്നും ഓടുന്നുണ്ടപ്പോൾ ഞാനും പോയി കാണാൻ. അപ്പോൾ ഹാൻഡ് ഗ്ലൗസ് ഒന്നുമില്ല, അന്നൊക്കെ ഹാൻഡ് ഗ്ലൗസ് ആയിരുന്നു. അപ്പം ഞാൻ മാക്സിമം കൈ കാല് തല വാലൊക്കെ വാരി ആംബുലൻസിലേക്ക് ഇട്ട് കൊടുത്തു. അല്ല എന്തിനു പേടിക്കുന്നേ, കാലൊക്കെ എടുത്ത് ഞാൻ തോളെ വെച്ചിട്ട് കൊണ്ടുപോയേ. നല്ല 30 കിലോ ഒക്കെ വെയിറ്റ് ഉണ്ട് ഓരോന്ന്. അന്ന് തൊട്ട് എനിക്ക് ഒരു പേടിയില്ല. എന്തിനാ പേടിക്കുന്നത്? എങ്ങനെ ചത്തുപോയവർ നമ്മളെന്ത് ചെയ്യാനാ? By the flowers. ചെലവില്ല, കുരിശുമില്ല, ധൂപക്കുറ്റിയില്ല, ബാക്കിയല്ല. All covered? Yes. Thank you. One more. എല്ലാരും ചിരിക്കണേ, കരയല്ലേ വേണ്ടി ഇവിടെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, ഗുണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു, രക്ഷിക്കപ്പെട്ടവരേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, ഗുണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവരേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ ആയുസ്സോടെ ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ആരാധനയും ബഹുമാനവും യോഗ്യമാകുന്നു. കുലഹന്യോ യൗമോ ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മശിഹാ തമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായിലൂടെ വാങ്ങിപ്പോരെയും ആശ്വസിപ്പിക്കട്ടെ. ഞാൻ എനി ടൈം മരിക്കാൻ റെഡി. ഞാൻ ഈ ഷൂ വരെ മരിക്കുമ്പോൾ ഇടാൻ വേണ്ടി മേടിച്ചതാ. അത് മരിച്ചില്ല, എന്നാൽ പിന്നെ ഞാനിടുക. മാത്തുക്കുട്ടിക്ക് ഒക്കെ അറിയാം ഈ കഥ. ഞാൻ മരിക്കുമ്പോൾ ഷർട്ട് പാൻറ്റ് വൈറ്റ് ബ്ലാക്ക് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ബ്രാൻഡ് ന്യൂ ഇസ്തിരി ചെയ്ത് വെച്ചിട്ടുണ്ട്.
it's longer. Yeah. This, We have everything for religious items, from birth to death. Everything is available for religious items. Besides that, other items. polygamy and Yeah, everything. Initially, when we started off in 1942, it was a total religious shop. I also give costumes on hire for fancy dress, dramas, and all that. Plus, now you have to diversify. I do insurance, life insurance, Okay. health insurance. So there are many things which we are doing. okay. In the old days, pictures used to sell, for example. But now people are not so religious. So you'll have one picture selling after month. So we stop keeping, they start going brown. So other items sell. You have to change with times. भेटू आपण നമ്മുടെ റീത്തുണ്ട് റോസ് ഉണ്ട് ചുട്ടപ്പൂ ഉണ്ട് कॉस्मोपॉलिटन एरिया है, यहाँ ज़्यादा चलता है। सिटी में इतना नहीं चलता है, इधर चलता है। हम लोग खाली फोन में बोलते हैं हमारे कितना रिक्वायरमेंट है। लंबे लंबे से आते हैं, कोलवा है, बानौरी है, सिटी में से भी यहाँ आते हैं। From last around the fourth generation we are doing the service. Now seeing us, many shops have been open in Mandai and every, but they are making bakras actually. Even they are not forgetting the people are coming in a poorer level people. Now example we'll give a Hindu saman with bamboo and each everyone with the coffin around 1600 to 1800 rupees. You buy in Mandai or you buy in Khadki anywhere, they will going to charge you around 4000 5000 rupees and not a single rupees they leave you. The incense, Catholics, incense they take it the candles And packet, candles. they And, introduce oil, rose water and perfume. And sometimes they buy white cloth also. Yeah. Sometimes. What is the purpose of the white cloth? Coffin, there is no pocket in that. For each and everything, only one is there is white. Whoever he is a multi-millionaire or is a fakir or is a middle class person, you and me, everyone has to go in that same cloth, white. And for each and everyone is to have only 5 meters. You don't believe my big brother, see he is standing behind. Even he go to the Hindu temples, he make the stretcher. कबर कबर के लिए. और वो वाला? हिंदू Make the सीढ़ी जो हम उठाते हैं. Now you'll think a Muslim guy going to Shamshan and doing all these things. Why? Because we are helping. They don't know that. What is required is here, like gloves, this, that, and all is there. And remaining, the undertaker does the rest, na? By building the coffin and whatever things have to be done. ambulance and everything. In fact, I think Mr. Fernandez, Yes. he does A to Z everything, even if bringing bodies from abroad and all that, that also he is. Mario also. Mario, his surname is Fernandez, Yeah. na? Yeah. So he's doing. Baptist also is there. Baptist has been like, his father was an undertaker. undertaker. His son now is an undertaker. So that. Well, I got into the business when my dad passed away, and after that, ever since I've been into it. But yeah, if you record it well, I'm the 5th generation in the business. So I think we started from 18 something. Yeah, so it's quite a long time. Funnily, the business in the old customs, rather, my great grandmother came down with the business in dowry. So that's how the business got into the family. Otherwise, we weren't undertakers. But yeah, she came in with the. And she came with like band baja barat. It came in like she came with workers and masons and everybody, and we were basically from Bombay. So only that my parents moved. My grandfather moved to Pune, and then thus my parents we've been Pune. In 95, my wife had died. Before that, I used to just only help people out, doing all the paperwork, arrange for the coffin, going here, going there. And one day when I went to the cemetery, every Sunday I used to go. So the Malis told me, one Mali was there, he said, Baba, why don't you start? I said, got mad or what? Now these are the coffins what we make and we keep in advance only.
This is all raw coffins. Because on the front, it is one piece only. This is the top. The top cover opens out. I'll call you back. Huh? Hello? Then he told me that why don't you start? Then I went home and I told my mom that so and so that Mali was saying. Then she told me it's a nice line. Don't wait at home, otherwise you'll wait for people to die. My mother told me. Then by the time I was already married second time. Then she also told me it's a nice thing. Then we started slowly. And from the very first month, we did 13 coffins. Because people knew me in Pune. And then with the rate and all what I started giving it, first 5 years I had a little tough time, but then afterwards I managed. Otherwise it was only coffins are over, cloth is over, nails are over, there was nothing in the hand. But now of late then, we have just come out of all this thing. Before I got into the business, we made it a little more fancier. And if not fancier, a little more solemn, a little more somber, giving it an edge of class, where you add in a lot of frills and fancies like customized floral arrangements and carpeting the entire area, seeing that everybody who's come for the funeral is also comfortable with like arranging chairs and sometimes even snacks after the funeral and a few eats after the funeral, getting choirs arranged for funerals. Last 15-20 days was maddening it all. And then my calls continuously. So then people don't leave me in the night also. So I don't have a proper sleep. The doctors advise me to have at least 8 hours sleep, but then I can't keep my mobile switched off. So even in the middle of the night? Middle of the night also I have to go. But normally now, off late I stop going. Generally all happens over the phone. Once somebody calls me up rather, I go to the person's house and then the ball gets rolling out. Getting in permissions, checking with them which church do they belong to, getting permissions from their parish priest or the priest in charge and scheduling the whole funeral, and then from there on we begin our work. From Pune to, out of Pune, if I have to send it to Delhi or Patna or anything, we use this box because there is non-Catholics and all, no? See, like this it is. This is a dressed coffin, only for transport. Because here there is non-Catholics and also I can't put a cross and all on that, na? And these are the polished ones. Sir, I tell you that firstly, Teak wood, the first class. If I use a better quality like teak and all, in 3 years or 5 years time also the body doesn't go there. And now with today's day with all the chemicals like chemo and physio, that all the medicines what are being used for the patients, with that the body doesn't go, especially this hip part, because they are all injected over here. This one I got imported one, and then one is covered and kept, that is also imported one. These are 15,500. This I normally don't give it. I'm using it only for cremation now because many people are going in for cremation. So instead of taking them on the stretcher, I put them in that. It looks decent also. We have a mass service in the church and we have the service and I get the box back. Though it would hamper my business, but I would generally and definitely encourage cremation. Because with the electric crematoriums that you have nowadays, is the fastest, most hygienic and the easiest way of getting done with the burial service. And what happens with the ashes? After the ashes, the church basically, after this happened I think around 10 years ago when the Vatican Council gave out one final ruling that you can't take your ashes and scatter it over sea, plain and river and blah. So the ashes got to be collected and they got to be interred into sacred ground. So sacred ground would be basically a cemetery. അപ്പോൾ അവർ കത്തിക്കുന്ന അയാൾ ഇതിൽ എഴുതിയിരുന്നു, വിൽ എഴുതില്ലയോ, അതിലെഴുതി അയാളെ കത്തിക്കണം കൊണ്ട് കത്തിച്ച് കളഞ്ഞു. ആഷൊക്കെ അവരെടുത്തു, എന്ത് ചെയ്തു എനിക്കറിയില്ല. ഞാൻ പിന്നെ അങ്ങ് പോയില്ല. അവർ 7th മാസ് വെച്ചു, കത്തിച്ച ആളുടെ മാസിന് ഞാൻ തന്നെ പോകണം. അവനിക്ക് ഫോൺ ചെയ്തു, ഡി സെയിൽസ് ചർച്ചിൽ മാസമുണ്ട് വരാൻ. ഞാൻ പോയില്ല. കത്തിച്ച ആളുടെ മാസിന് പോകേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മുടെ അച്ഛനോട് പറഞ്ഞു, നമ്മുടെ ഗ്രോട്ടോ ആൾ വന്നതാണ്, കാർമൽ ചർച്ചിലെ ഗ്രോട്ടോ ആളുടെ വകയാണ്. അന്ന് നല്ല ക്രിസ്ത്യാനിയായിരുന്നു. പിന്നെ ഞാൻ പോയില്ല. അച്ഛൻ പറഞ്ഞു പോകണ്ടെന്ന്. നമ്മൾ ക്രിസ്ത്യാനിയാണെങ്കിൽ പോകണം, പക്ഷെ മരിച്ചിട്ട് നമ്മളെ വേണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ പോകണം? ഞാൻ പോയില്ല. മുണ്ടത്താനം റിട്ടയർഡ് സ്റ്റാറ്റിക്സ് ഓഫീസർ മാലേമണ്ണിൽ NJ ജോസ് 68 ജഗദൽപൂരിൽ അന്തരിച്ചു.
സംസ്കാര നാളെ 3-ന് വസതിയിൽ ശുശ്രൂഷയ്ക്ക് ശേഷം സെൻറ് ആൻ്റണീസ് കത്തോലിക്ക പള്ളിയിൽ. ഭാര്യ അരിക്കുഴി സോഫി, മക്കൾ ജോഫി ജോസ് US, ജിഫി ജോസ് ദുബായ്, മരുമക്കൾ സ്റ്റാറ്റീന US, നിജോ അഗസ്റ്റിൻ കുരിശുംപുട്ടിൽ പൊടിമറ്റം. അരെ നിധി, ദിസ് അങ്കിൾ ഈസ് ഫ്രം യുവർ ഗ്രാൻഡ് ഫാദേഴ്സ് ഫാമിലി. ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മകനീയമായ ദൈവത്തിൽ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആകാശത്തിലും ഭൂമിയിലും സ്തുതിരഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഉന്നതനാം മിശിഹാനാഥ വദരെല്ലാരും. She was at that time about 87-year-old, and these are very close family members only. This is my mother's obituary, but this is in a different column. There, see, it's a bigger one, no? It is a bigger one. This is a smaller size, isn't it? But these are paid. For this kind of things we have to pay. Depends upon the size and the thing. These are we have to pay. Wherever we are, now we are here, we will be buried here, we have no problem. See, now we don't know anybody now. We left, see, about 65 years before I left Kerala. Now hardly anybody knows me except very close relations. So what is the one of going and getting buried there? No. Yeah. We won't go there. Now we are aliens over there. So we will be addressed like so-and-so's brother, so-and-so's sister. Family graves follow a lot in Pune. At least I don't know whether in other states or other parts of India. But yeah, because of the paucity of space, so it's like one plot is allotted to one family, and then whenever, God forbid, there's a next death in the family, the next person is buried into the same grave. One of my teachers, her husband had written all the numbers on the board, on the wall, and he told her, in case anything happens to me, these are Mario's numbers. And in case something happens to you, then I'll contact. Every year he used to come to me on All Souls Day, and he said, Mario, that's my grave, that's my family grave. But unfortunately, he just went one day to his daughter in Bombay, and he died over there. She called me up also that daddy expired. But then by the time I could get in touch, they said no, we'll do it over there only, and they buried him in Bombay. This man was always saying, my grave, I spend money. Same thing happened to his wife also. His wife went to Bangalore to one of her other daughters. She died over there and she was buried over there. So that we only fight, this is mine. We don't take anything. We don't take a name also. If you realize, as soon as the person, we say darling, sweetheart and all for the husband and wife, Raja, Rani and all, with love we call, no? But as soon as you declare that person, that daddy died or mummy died, what they say, when is the body coming? They won't say, when is daddy coming? Or when you're getting daddy. You just, or even the neighbors, they won't say, uncle aaya kya? They'll say, the body's come over. So we leave everything here only. Even the name we don't take. നാളെ സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഇത് ഉണ്ടല്ലോ, ഇത് റിസർവ്ഡ് ഫോർ AR ഫാമിലി. ആരാ AR ഫാമിലി? അത് നല്ല കാര്യമാണ്. എനിക്കിഷ്ടമല്ല കത്തിച്ച് കളയാൻ, നല്ലത് അല്ലയോ? കത്തിച്ചാൽ പിന്നെ നത്തിങ് റിമൈനിങ് ദർ. അല്ല പിന്നെ ഞാൻ അതിന് പോയി ഓരോ പീസ് ചെല്ലി അച്ഛനെ കൊണ്ടുവന്ന് കാശ് കൊടുത്ത് എൻ്റെ ബ്രദർ പറഞ്ഞു, ഓൺലി എനിക്ക് കുർബാന വേണ്ട, ഒന്നും വേണ്ട, അവിടെ കൊണ്ട് കുഴിച്ചിട്ടാൽ മതി, ദാറ്റ്സ് ഓൾ. സീമനെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാം. എൻ്റെ മോളെ ഫയല്, ഇതിൻ്റെ ബുക്കിംഗ് നമ്പർ
receipt. There are people who are booked 4, 4, 5 graves here. That's all madness what is going on in the sepulchre. And my friend also, he's got 3. 3. But what guarantee that, like I told you about that uncle, he used to every year without fail he came, Mario, that's my grave, my grave, my grave. But when he died, what happened? എനിക്ക് എറോഡ ഞാൻ പറഞ്ഞ് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് എനി ടൈം എന്നെ വെൽക്കം ചെയ്ത് അവരിങ്ങനെ ഇരിക്കുക. എൻ്റെ അമ്മ അവിടെ ആയിരുന്നേ, എറോഡയാണ്. അത് അവിടെ നിന്ന് എടുത്ത് ആ ബോക്സ് ഇല്ലയോ അതിലോട്ട് വെച്ചു. അപ്പോൾ എന്നാലും എനിക്കൊരു ആഗ്രഹം, ഇവിടെയാണെങ്കിൽ എറോഡ, കേരളത്തിലാണെങ്കിൽ അപ്പനുണ്ട് അവിടെ. ഇവിടെയൊക്കെ എൻ്റെ കൂട്ടുകാരെ കിടക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സാണ് എല്ലാവരും. ഞാൻ ഈ മാങ്ങ നിൽക്കും മാങ്ങ പറിച്ചിട്ട് പോവും. നല്ല സൂപ്പർ മാങ്ങയല്ലേ, മനുഷ്യൻ്റെ ബ്ലഡും എല്ലാ മരത്തിന് തന്നെ അസുഖം. ഇവിടെ ബോഡി കൊണ്ടുപോയ മാങ്ങ പറിക്കും. ഇപ്പം കഴിഞ്ഞ ആഴ്ചയിലൂടെ ഒരെണ്ണം വെച്ച് ഉറുമീസ് ഞങ്ങളുടെ ഏരിയാലൂടെക്കാരനാണ്. ഇതാ കണ്ണൻ്റെ അവിടെയാണ്, അവിടെ ഒരു മരം ഉണ്ട് ഇങ്ങനെ കുട പോലെ 4 പുറത്തേക്കും സ്പ്രെഡായിട്ട്. അതിൻ്റെ അടുത്താണ് ഗീതയുടെ ഉണ്ട്. ഗീത പോയിട്ടില്ല, റിസർവ്ഡ് ഫോർ ഗീത. പിന്നെ ഇവിടെ നമ്മുടെ പള്ളിയിൽ നിങ്ങളുണ്ടായിരിക്കും, പക്ഷേ ജോളി തോമസ് നോബട്ടത്തിനുള്ള ആൾക്കെങ്കിലില്ലേ? ഇല്ലില്ല. 99 ഇല്ല, 99 ഞങ്ങളായിട്ടില്ല മെമ്പർ. ഇവിടെ വന്നിട്ടില്ലല്ലേ? ഇവിടെയൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് മലയാളികൾ. ഇനി ഇവിടെ പറഞ്ഞാൽ എവിടെയുണ്ട് നമ്മുടെ കെ ഇ ജോസ്. ഇതാണോ ഇതിൻ്റെ അടുത്ത് എവിടെയും ഉണ്ട്. Getting flowers done for a funeral got me, rather that's where my florist line of work began. So I also do flowers for weddings, and for wherever you need fresh flowers, I generally do fresh flowers also. That's my other source of income and my other business, which I also enjoy. And this all began strangely at a funeral. Do you make coffins here or do you source them from somewhere? No, I make it over here. We make here. We make them here. Are there a lot But of coffin makers in no, we are having one is in Dapodi, one is in Hadapsar, and one is in Camp, and the Baptist. But he is not much into this. He is more into flower arrangement. He also does, but more into flowers, events like weddings and all. No, so he is into that. But he is one of the oldest undertakers in Pune. His grandfather was there. Like, are you off your brains or have you lost your nuts? Like, what happened? An undertaker putting his hand into a wedding is not really going to be taken up so easily by people. Like, where death and where an auspicious occasion like a wedding. So they're like, nobody needs to know who's doing the flowers. Like, do we know who's growing the flowers, or do we know who's sowing the wheat for the bread in your house? No. So nobody needs to know who's doing the flowers for the wedding as long as you do it. And I was like, and if I goof up, she says, if you goof up, I'll take the onus that somebody goofed up at the wedding. And she said, and if you prosper, then will you start giving me profits out of the business? So yeah, all thanks to Maria El Salova that I basically got into doing flowers for weddings. I used to load the roll and develop also and give it to you. I was that mad for photography. when did it change? After my wife dying, that time, then slowly I just gave it up. Because what happened, in my house I had this big collections of photo first albums all there. And when my cousin had used it for my wife, my daughter used to go and remove that particular album. It is all photo first. And from that thing, she used to go and remove that album. Dada, why so much mud on mama? Why so much flowers on mama? Why, when mama is going to open eyes? Baby was just 2.5 years old that time. But that I removed that album, I put it on top. I removed it one day and I kept it under the mattress. But as soon as she came from school, no, she used to put her hand under that mattress and pull that album. She was not there when I did that thing. And I noticed her. From that time I said, no doing this photography. Especially for funerals at least. It's better to have the living remembrance. No? That's generally how I am. So there are most funerals that I am the first person to laugh and make others laugh, which is not really good for business. But yeah, it's come on, it's a funeral. The person who's gone is gone away, but the rest got to continue in life. Yeah, so. Not good for business. I thought that would be. I say people wouldn't like an undertaker to start laughing first at a funeral, right? Yeah, a lot of strange things happen at funerals. If you really want to laugh out at a funeral, you can actually laugh at people's idiocracy. Because there are dumb lines that come out from the most dumbest people. Like, there was this funeral that I was at, and
The father was an alcoholic and the guy died of liver cirrhosis, and he left behind his young wife and a 3-year-old, 2.5, 3-year-old daughter. And so everybody's gathered around the grave and the coffin is going to be lowered down, and there's this auntie who thought she was wise enough with all her grey hair, who tells this young kid who's in somebody else's arm like, Baba, wake your daddy up, it's time for him to drink his tea. So the little kid in all her innocence turns back at the old lady and says, it's 11 o'clock, my daddy drinks tea at 9, don't disturb him. And I remember laughing loudest and walking off from there. So you have a lot of rubbish that happens at funerals. People are putting drink bottles. And when they're putting on, they're banging that bottle and in front of everybody, they're putting it in the coffin. After 3 years, when you open the grave, the bottle is coming out intact. Not a single drop is less, no more, because it got an aluminium foil. So then that thing doesn't get spoiled. The liquor gets more matured. And you see the Malis, when he removes that thing and he'll throw it on the heap of mud. Na? Kya battle hai, he'll say. Then after when he takes and he has it, because he knows there's nothing gone in, nothing come out. Well, a lot of matchmaking takes place at funerals. A lot. Because then you have all these aunties who are so well poised, and then you have their daughters or their grandchildren who walk in, and then the aunties checked out the girl totally, like, oh my god, she's from this family and this and that, and oh, then the gossip continues after the funeral, after the burial's over, like, oh, so this is your daughter and that's your son, and what is she doing, and what? Yeah, funerals are also a good matrimonial place. That's my calculation, and it happens, yeah, it does. Have you ever heard of a marriage happen later? Well, I've heard of people getting to know each other at a funeral and stuff, and then later I've realized, oh, I'm the florist who's also done their wedding flowers. Like, yo, what more could you ask for? Has that ever happened with you? No. കേരളത്തിലൊക്കെ ഉണ്ട് ഞങ്ങളുടെ അവിടെയൊക്കെ അത് അണ്ടർടേക്കർമാർ ഫുൾ ഫാമിലി വരും എങ്ങനെ കേരളത്തിൽ സാരി ഉടുക്കാനും എ ടു സെഡ് അവരെടുക്കും കരയാൻ ആളുകളെ അവർ കൊണ്ടുവരും ആ സകല പരിപാടി ഇവിടെ അതില്ല ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇപ്പോൾ എൻ്റെ അമ്മായിമ്മ മരിച്ചു ഒരു ടീം ഞാൻ ഇവിടെ ആയിരുന്നു ഒരു ടീം വന്നു എ ടു സെഡ് ഞങ്ങൾ ചെയ്യാൻ കരയാനുണ്ടാവും 3-4 എത്ര ആൾ വേണമെങ്കിൽ കൊണ്ടുവരും സ്പീക്കർ CD ടേപ്പ് റെക്കോർഡ് എല്ലാം കൊണ്ടുവച്ചിട്ട് അത് ഇവിടെ തുടങ്ങിയിട്ടില്ല ഇതുവരെ ആർക്കും അതിന് സമയമില്ല ഞങ്ങൾ ഇപ്പോൾ നാട്ടിലൊക്കെ സ്പീക്കർ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ഇന്നലെ മിനിയാന്ന് പോയ അവിടെയുണ്ട് അതൊക്കെ സിസ്റ്റർമാരും പബ്ലിക്കൊക്കെ വന്ന് ചൊല്ലിക്കൊണ്ടിരിക്കും അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഈ കേസിന് ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് റിയലി കുറവാണ് ഈ ഷൈനിങ്. But funerals are funny. Funerals are really, they're hilarious. The rich really don't cry, or they rather pretend not to cry, because then the whole world's watching. I'm like, wow. So you'll just have like a tear roll down their eye, and there'll be a tissue that's dabbing the tear off. I find that hilarious. That's hypocrisy. There were 4 albums, this thick, like wedding albums. She told me, you watched it? No, now you only keep it back. I said, you watched it? She said, no. I said, no, why so much? She said, I don't know, my church people have done it. But the way, and see, her husband had died with an accident and he was bleeding. But this lady doesn't know now her beloved husband. So now, and very young he died. He was 22, 23 something. She's putting her hand like that. But the hand is again with blood. Then again she's crying and all that. Same hand is going over there. But people are not there. The photographers are being photographed. And video shootings and all. Then the sari is going one side. She doesn't know because she's mad over there. We can't control the ladies over there at that time. Unnecessary wasting more money. Waste of money. Our funeral expenses max to max on a higher side with my polished coffin goes to around 20, max to max. With the grave works, I think it goes to, if sepulchre, it goes to around 25. ഇത് നമ്മുടെ പള്ളിയിൽ നിന്ന് പൈസ കൊടുത്തതാണ് ഫുൾ പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തു അവർക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ കൊണ്ടുവച്ച് പള്ളിയിൽ നിന്ന് 47,000 അങ്ങുണ്ടായി മിനിമം ഗരീബ്ക്കോ ഇവിടെയാണെങ്കിൽ 16,000 സംതിങ് പിന്നെ ട്രാൻസ്പോർട്ടും അവിടെ എറവട ഇനി വടുകാവശ്ശേരി ആണെങ്കിൽ 14.3 14.4 തീരും ഞാൻ ഇത്ര ചെയ്തിട്ടുള്ളൂ ഫ്രീ ആയി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട്. Well, you can finish an entire burial in like $10,000 with even owning a grave. So it doesn't necessarily need to be that the funerals run out in lakhs. And what's the highest you can go up to in India? Oh, the works, you can get the works for a funeral. So I don't know, you can spend how much ever you want to spend. നാട്ടിലും കർക്കിടക മാസം പറയില്ലയോ എന്നാ മിഥുനം കർക്കിടം മഴ പിടിക്കില്ല കണ്ടിന്യൂ ആ സമയത്ത് ജൂൺ ജൂലൈ
IS ഒക്കെ മാക്സിമം കേസ് അപ്പോഴാണ്. സീനിയർ സിറ്റിസൻസ് അല്ലേ? എൻ്റെ അമ്മ July 14, ഫാദർ ഇൻ ലോ July 20, ഫാദർ June 16. അങ്ങനെ ഒരു സീസൺ അത്. ഈ ഏജ് കൂടിയവർക്ക് യങ്ങിനെ എപ്പോൾ വേണേൽ പോവാം. അവർക്ക് ടൈമിംഗ് ഇല്ലല്ലോ. Because this line is how you don't know when, how it will come. Sometimes for morning we think there is nothing, but in the evening suddenly there are 5. That's why now these coffins we are preparing and keeping. First I was not preparing them, because now when there is a flight 6 o'clock, I require the coffin 3 hours before the flight. Doing the body work, I require another 2 hours over there at Sassoon Hospital, embalming. If there is a postmortem going on, because that is done in the same department, so then those guys I have to take another 5 hours. So I have to be prepared from all the sides. ഇതേമാതിരി ഇത് അവരുടെ വക ഫ്രീയാ. ഇതുണ്ടോ റിസർവ്ഡ് ഫോർ റോബിൻ സിംഗ് ഉണ്ടോ? ഇത് കമ്പനി വകയാണ്. നിങ്ങളുടെ അങ്ങനെ ചെയ്യേണ്ടതാണ്. Means I'm doing 99.9. Very rare the cases are going out. Only I think this Syrian Catholic, only they are not coming to me. Means they are also, if the family is involved, because there what happens, if they go to Michael, the Michael is the one who's converting the sales over there. But it makes no difference for me. I say forget. Michael as in the caretaker. The caretaker. Here it is. Closest friend of mine, John Matthews, that is Johnny. We grew up together from class 5th onwards. He joined Merchant Navy same time. We sailed together, but unfortunately my friend left me. Yeah, sometimes, maybe once a year, whenever I'm around. What made you book the plot here? We are all from this area and this will be the closest. And also, our friends are also already here. That grave caretaker, he has told me, I was trying to identify earlier where the plot is. So finally I have found out that's the plot C, row 1, and we have got 2 bookings, row 1 and 2. He will arrange for a mason and he will mark out and put the placard here, and that belongs to my family. മാത്തുക്കുട്ടി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും വരും ഈ ഫീൽഡിൽ അല്ലയോ? ഇത് നോ ലോസ് നോ പ്രോഫിറ്റ് ബിസിനസ്സാണ്. ലോസ് ഉണ്ട്, പ്രോഫിറ്റ് ഇല്ല. നമ്മൾ അതിന് വേണ്ടിയല്ലോ ചെയ്യുന്നത് ആസ് എ സോഷ്യൽ വർക്കർ. അത് നമ്മൾ മാക്സിമം സോഷ്യൽ വർക്കായിട്ട് നമ്മളിത് കണ്ടോളൂ. ഇപ്പോൾ കാശില്ലാത്തവരാണെങ്കിലും ഞാൻ പോവും, എൻ്റെ കയ്യിൽ നിന്ന് കാശ് എത്തിയാൽ എല്ലാം ചെയ്യും. അത് നമുക്ക് ആരെങ്കിലും തരും. I'm not married, so I don't have kids. So I don't think anybody's going to inherit the business after me. So yeah, it ends with me finally, I guess.